സത്യം ഞാൻ എങ്ങനെ എല്ലാരോടും വിളിച്ചു പറയും? എല്ലാവരും കേട്ടോ, പാർവതി ഒളിച്ചോടിയത് മറ്റാരുടെയും കൂടെയല്ല, അവന്റെ കൂടെയാ, ആ ഗിരിയുടെ കൂടെ. നമുക്ക് തിരിച്ചു പോയാലോ? മുഹൂർത്തം അടുത്തു. വധു എവിടെ? പത്മനാഭ, നിങ്ങളുടെ മോളെവിടെ? മോളെ വിളിക്ക്. പത്മനാഭൻ സാറേ, നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. പാർവതി എവിടെയാണെന്ന് പറയൂ. എന്താണ് പത്മനാഭ, തന്റെ നാവ് താണു പോയോ? നിങ്ങൾ ഇങ്ങനെ മുനിയെ പോലെ മിണ്ടാതെ നിൽക്കാതെ മറുപടി പറയും. പത്മനാഭ, ലളിതാമ്മേ, നിങ്ങൾ ദയവ് ചെയ്ത് ബഹളം വെക്കാതിരിക്കെ. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ഇത്ര നേരം സമാധാനത്തോടെ തന്നെയാണല്ലോ സംസാരിച്ചത്. ഇനി സമാധാനിക്കാനൊന്നും പറ്റില്ല. നകുല, മുഹൂർത്തത്തിന് മുമ്പ് പാർവതി ഇവിടെ എത്തോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. അല്ല, അതിന് ഉത്തരം തരാൻ നിനക്ക് പറ്റുമോ? എടാ, ഇതിൽ കൂടുതൽ ഇനി ചോദിക്കാനും പറയാനും ഒന്നുമില്ല. രായ്ക്ക് രാമായണം പെണ്ണാരുടെ കൂടെ ഒളിച്ചോടി, അതാ സത്യം. അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ തുറന്നു പറഞ്ഞാ അത് നാണക്കേടാവും. അതുകൊണ്ടാ ഇവരെല്ലാവരും ശ്വാസം പിടിച്ച് മിണ്ടാതെ നിൽക്കുന്നെ. അനാവശ്യം പറയരുത്. ചേട്ടത്തി പറഞ്ഞാൽ എന്താടാ തെറ്റ്? നിന്റെ അനിയത്തി ഒളിച്ചോടിയതല്ലാന്ന് നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? നിന്റെ ഈ അച്ഛനും അമ്മക്കും അത് പറയാൻ പറ്റുമോ? മറുപടി ഇല്ല അല്ലേ? അവൾ ഒളിച്ചോടിയത് തന്നെയാ. പെണ്ണൊളിച്ചോടിയത് തന്നെ ആയിരിക്കോ? ആരുടെ കൂടെ ഇറങ്ങിപ്പോയതാ? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല. അതെ അതെ, പുറമേ കാണും പോലെയൊന്നും അല്ല, പെണ്ണ് ഒളിച്ചോടിയത് തന്നെ ആയിരിക്കും. പിന്നെ ഒളിച്ചോടുന്നത്. അതെ അതെ അതെ, ഒളിച്ചോടിയത് തന്നെയാ. വലിയ തറവാട്ടുകാരാ പെണ്ണ് ഒളിച്ചോടി പോയെന്ന്. കഷ്ടമായി പോയി. പാർവതി ഒളിച്ചോടി പോയി എന്നുള്ള സത്യം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയും. ഇത് ഞങ്ങൾ മാത്രമല്ല, ഈ കൂടി നിൽക്കുന്ന എല്ലാവരും സത്യം അറിയട്ടെ. ഇന്ദ്ര മോനെ വാ, നിങ്ങൾ എല്ലാരും വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. വേണ്ട, അങ്ങനെ മാറി എന്നുള്ള ഒരു സംസാരവും വേണ്ട. ഇത് രഹസ്യമായി നടത്താൻ ഉദ്ദേശിച്ച കല്യാണമൊന്നും അല്ലല്ലോ. അപ്പൊ ഇവിടെ എന്ത് നടന്നാലും അത് ക്ഷണിച്ചു വരുത്തിയ ഈ ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും അറിയണം. ലീലെ കാര്യങ്ങൾ കൈവിട്ടു പോവാണല്ലോ. എന്നാലും പാർവതി ഇത് എവിടേക്കാ പോയത്? അതാ ഞാനും ചിന്തിക്കുന്നത്. ഭാഗ്യച്ചോട് ചോദിക്കാന്ന് വെച്ചാ ഇതിനിടെ ഞാൻ എങ്ങനാ ചോദിക്കുന്നേ? ഈ പറയും പോലെ ഒളിച്ചോടിയതാണെങ്കിൽ അവൾ ആരുടെ കൂടെയാണ് ഒളിച്ചോടിയത്?
പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഈ നിൽക്കുന്ന നാട്ടുകാരോടും ബന്ധുക്കളോടൊക്കെ സത്യം പറയാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഇവരോടൊക്കെ ഞാൻ തന്നെ പറയാം. മോനെ ഡാ പറയാനുള്ളത് ഞാൻ പറയും. ഞങ്ങള് പറഞ്ഞത് വെറുതെ ഊഹമൊന്നുമല്ല, സത്യമാണ്. അതുകൊണ്ടാണ് ഇവരത് നിഷേധിക്കാത്തത്, എതിർത്തിട്ട് ഒരു വാക്കുപോലും പറയാത്തത്. പാർവതി ഒളിച്ചോടി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ലല്ലോ. അതിനൊരു പ്രയാസം ഉണ്ടാവും അല്ലേ? നിങ്ങളെ ഞാൻ വിശ്വസിപ്പിക്കാം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഈ കല്യാണത്തിന്റെ നടത്തിപ്പുകാരനായിട്ട് ഓൾ ആൻഡ് ഓൾ ആയിട്ട് പെണ്ണു വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഓടിച്ചാടി നടന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഗിരി. അവനിപ്പോ എവിടെ? എവിടെ? കാണുന്നില്ല അല്ലേ? കാണില്ല. ഇവിടെ മുഴുവൻ മഷിയിട്ട് നോക്കിയാലും അവനെ കാണില്ല. പെണ്ണ് വരാൻ വൈകുന്നതിൽ സംശയം തോന്നിയിട്ട് ഞാനും എന്റെ കൂട്ടുകാരും ഇവിടെ മുഴുവൻ തപ്പി നോക്കിയതാ. അപ്പോഴാ അവനെയും കാണുന്നില്ല എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞത്. കല്യാണ പെണ്ണിനെയും കാണുന്നില്ല, അവനെയും കാണുന്നില്ല. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. പഴി മുഴുവൻ വീട്ടിന്റെ തലയിൽ വീഴുകയാണല്ലോ. സത്യം ഞാൻ എങ്ങനെ എല്ലാരോടും വിളിച്ചു പറയും? എല്ലാവരും കേട്ടോ, പാർവതി ഒളിച്ചോടിയത് മറ്റാരുടെയും കൂടെയല്ല, അവന്റെ കൂടെയാ, ആ ഗിരിയുടെ കൂടെ. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ. അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിൽ കിട്ടിയതാ. ദേ, നിങ്ങൾ എല്ലാവരും കാണ്. നോക്ക്, അവര് തന്നെ അല്ലേ? നോക്ക് നോക്ക്, എന്താ തല താഴ്ത്തി പിടിക്കുന്നത്? നോക്കേ അങ്ങോട്ട്.